നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പും ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ സ്നേഹിതനുമായിരിക്കുന്ന ക്രിസ്തു യേശുവിനോട് കൂടെ തന്നെ ഒരു കൂട്ടായ്മ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നീ നിൻ്റെ വാഗ്ദത്ത പ്രകാരമുള്ളവനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോട് സംസാരിച്ചാട്ടെ. ഞങ്ങളുടെ ബലഹീനതകൾക്കും കുറവുകൾക്കും ഇത് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിൻ്റെ ജനം നിന്നെ ആനന്ദിക്കത്തക്കവണ്ണം കർത്താവെ നിൻ്റെ രക്ഷ കൊണ്ട് സന്ദർശിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, ദേശങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ പരിസരങ്ങളെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിൻ്റെ പ്രായശ്ചിത്ത രക്തത്താൽ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വ ക്രൂശിനെ കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള സഭയുമായിട്ടുള്ള ബന്ധം. അവൻ്റെ സഭയെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത് കഴിഞ്ഞ സമാഗമന കൂടാരത്തിലൂടെ നമ്മൾ സാദൃശ്യമായിട്ട് നാം ഇന്ന് ഓരോ വ്യക്തികളാണ് അവൻ്റെ ആലയമെന്ന് നമ്മൾ പഠിച്ചു. ഞാൻ ഈ ചിത്രം വീണ്ടും കാണിക്കുന്നത് അതിൻ്റെ ഉപകരണങ്ങളും അതിൻ്റെ നിർമ്മാണ രീതിയും ഒക്കെ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓർമ്മ വരണം. വളരെ സ്ട്രിക്റ്റായിട്ട് എബ്രായലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ അതിനെ നിർമ്മിക്കാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. പലതും ചട്ടപ്രകാരമല്ലാത്ത പല നിർമ്മാണങ്ങളും നമ്മുടെ ചുറ്റുപാടും കാണും. പല അഗ്നികളും അവരുടെ മുമ്പിൽ പകരുന്നുണ്ടായിരിക്കും. പക്ഷേ മോശ ദൈവവചനപ്രകാരം സ്വർഗത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ പണിതപ്പോൾ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ശലോമോനും പണിതപ്പോൾ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ആ ഫസ്റ്റ് ടൈം ഇറങ്ങി വന്ന തേജസ്സിൽ നിന്നും തീ പുറപ്പെട്ടാണ് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചത്. സ്തോത്രം. അത് ആ ദൈവത്തിൽ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നതിന് ശേഷം കൂടാരം പണിത മോശയ്ക്കോ കൂടാരം പണിത ശലോമോൻ, അവിടുത്തെ പുരോഹിതന്മാർക്ക് ആർക്കും അവിടെ സ്ഥാനമില്ല. അവർക്ക് ആ തേജസ്സിൻ്റെ പ്രഭ നിമിത്തം അവർക്ക് അവിടെ നിൽപ്പാൻ സാധിച്ചില്ല. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലും. യഹോവയുടെ തേജസ് ഇറങ്ങി വരത്തക്കവണ്ണം ക്രമപ്രകാരം പണിത് പുനരുദ്ധാന ശക്തി ഉയർത്തെന്നവനെ ക്രിസ്തു നമ്മളിൽ വെളിപ്പെട്ടാൽ പിന്നെ അവിടെ സ്ഥാനമില്ല. ഞാൻ എൻ്റെ കസാര മോഹം ഇതൊന്നുമില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കേട്ടല്ലോ അടിപിടി. ജാതികളായിരുന്ന പോലീസുകാർ വന്നിട്ട് സഹോദര എന്ന് പറഞ്ഞ് സീനിയർ പാസ്റ്റേഴ്സിനെ സമാധാനിപ്പിക്കുന്നു. നാണം കെട്ടവർ. വളരെ വ്യക്തമായിട്ട് പൗലോസ് ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ കാര്യം തീർപ്പാൻ ഒരുത്തനില്ലയോ? അവിശ്വാസികളുടെ മുമ്പിൽ പോകുന്നു. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അന്യായം സഹിച്ചുകൂടാഞ്ഞോ? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ കണ്ടവന്മാരാരും ദൈവരാജ്യത്തിലല്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞ ഇവന്മാർക്ക് ഒരു സൺഡേ സ്കൂൾ തുടങ്ങണമെന്ന്. കാരണം അടിസ്ഥാനം മാറിപ്പോയി. ക്രിസ്തു എന്ന അടിസ്ഥാനം മാറിപ്പോയി. ഇതൊരു തേജസ് ഇറങ്ങിയാൽ പിന്നെ അവിടെ മോശയാണ് പണിതത്. പർവ്വതത്തിൽ എനിക്കാണ് മാതൃക കിട്ടിയത്, ഞാനാണ് അരുളപ്പാട് പ്രാപിച്ചത്, ഞാനാണ് പറയെല്ലാം നിയമിച്ചത്. പിന്നെ മോശയ്ക്ക് അവിടെ സ്ഥാനമില്ല. ശലോമോൻ തീർത്ത ആലയത്തിൽ പുരോഹിതന്മാർക്ക് നിൽപ്പാൻ സാധിച്ചില്ല. ഇതാണ് ക്രിസ്തു നമ്മളിൽ വസിച്ചുള്ള ഗുണം. പിന്നെ ഞാനില്ല അവിടെ, എൻ്റേതെന്നില്ല, എൻ്റെ ഒരു അഭിപ്രായമില്ല. ഇതായിരുന്നു നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടത്തുമ്പോൾ പത്രോസിനോട് 11 പേരോട് ഒരുമിച്ചായിരുന്നു എഴുന്നേറ്റ് നിന്നത്. അതുവരെ അതിക്ക് മുമ്പൊക്കെ അവർക്ക് കൃത്യമായ പരിപാടികളുണ്ടായിരുന്നു. ഒരുത്തർ ഇടത്തിരിക്കണം, ഒരുത്തർ വലത്തിലിരിക്കണം. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ശിഷ്യന്മാരോട് 40 നാൾ നടന്നതിന് ശേഷം പത്രോസിനെ ഒന്ന് ക്രമപ്പെടുത്തി, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യോഹന്നാൻ ചോദിക്കുക, കർത്താവ് ഇവനെന്താകുമെന്ന്. അവിടെ ഒരു ഡോസ് കൊടുത്തു. നീ നിന്റെ കാര്യം നോക്ക് പത്രോസേ. ഞാൻ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുകയാണ്. അവൻ എന്ത് ഭാവിക്കുന്നുള്ളത് ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ. അപ്പോൾ അവരുള്ളില് ഇത്രയൊക്കെ കണ്ടിട്ടും ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, മാഞ്ഞു പോയിട്ടില്ല. കർത്താവ് എന്തെന്ന് അറിയാമോ? നല്ലൊരു ട്രാപ്പ് വെച്ചു കൊടുത്തു.
എന്താ? ഉയരത്തിൽ നിന്ന് പിതാവിനോട് കേട്ടതായിട്ടുള്ള വാഗ്ദത്തം പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കോളം കാത്തിരിക്കണം. പിന്നീട് ഒരു 49 ദിവസം ചുറ്റുപാടെന്താ? മഹാപുരോഹിതന്മാരും പ്രമാണികളും ശാസ്ത്രിമാരും സൻഹേദ്രിൻ സഭയിൽ 70 പേരുണ്ട്. തങ്ങളുടെ ലീഡറായിരിക്കുന്ന യേശുവിനെ പിടിച്ച് ക്രൂശിച്ചവന് അവിടെ കയ്യിൽ തങ്ങൾ അകപ്പെട്ടാൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ നല്ലവണ്ണം. അത് പുറത്ത് ഭയം, മരണഭീതി, അകത്തോ ഈ ഞാൻ ഇടത്ത് വലത്ത്, ഞാൻ നിനക്ക് എന്ത് ഭവിക്കും, അവരെന്ത് ഭവിക്കും, ഇതെല്ലാം അങ്ങ് ഉരുകി. ഇതഞ്ഞ് വരാൻ പോകുന്നു നോക്കിക്കോ. അതിന് ദൈവം നല്ല സാഹചര്യം ഒരുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ UK കാണുന്നുണ്ടല്ലോ, സാഹിബിന് പുറത്തിറങ്ങി ഒരു ബർഗർ മേടിച്ച് തിന്നാൻ പേടിയാ. സാഹിബിന്റെ കുടുംബത്തെ പുറത്ത് ഇറക്കി വിടാൻ പേടിയാ. അതേപോലെ മൈഗ്രൻസ് നിറഞ്ഞു, ഇസ്ലാമിസം നിറഞ്ഞു. അവിടെ ചർച്ചകൾ നേരിട്ട് കയറി ആക്രമിക്കുകയാണ്. ഇപ്പം നിങ്ങൾ റീസെന്റ് ന്യൂസുകൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്മസ് കരോളൊക്കെ അടിച്ച് തകർക്കുകയാണ്, ക്രിസ്മസ് മാർക്കറ്റൊക്കെ അടിച്ച് തകർക്കുകയാണ്. അവിടെ നിന്ന് ചോർത്തിന് ഖുർആൻ വിളിക്കുന്നേ, അള്ളയെ വിളിക്കുന്നേ. എന്താ? ദൈവസഭയുടെ ശക്തി നഷ്ടപ്പെട്ടു. വലിയ വലിയ ജനസംഖ്യയുണ്ട്, വലിയ വലിയ ചർച്ചകളുണ്ട്, വലിയ വലിയ ബൈബിൾ കോളേജുകളുണ്ട്, പക്ഷെ ശക്തിയില്ല. കാരണം എന്താ? അടിസ്ഥാനം മാറിപ്പോയി. നമ്മളോട് നല്ല അച്ചായന്മാര് കപ്പയും ചേമ്പ് തന്ന അച്ചായന്മാരാ. അമേരിക്ക വിസ കിട്ടി അവിടേക്ക് പോയപ്പോ പിന്നെ ഹാംബർഗറും KFCയും പിസ്സ ഹട്ടും മാത്രമായി. തേജസ് നഷ്ടപ്പെട്ടു. മാതൃക പ്രകാരം പണിതതായിരുന്നു. അനേക ദൈവദാസന്മാരെ കണ്ണുനീരൊഴുക്കി ഇവിടെ വന്ന് ഭാഷയുണ്ടാക്കി, സംസ്കാരമുണ്ടാക്കി, ലിപി ഉണ്ടാക്കി, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അനേകരുടെ രക്തം ചൊരിഞ്ഞും കണ്ണുനീര് ഒഴുക്കി ഉണ്ടാക്കി കൊണ്ടുവന്നത് 100 വർഷത്തിനുള്ളിൽ തച്ചുടച്ച് കളഞ്ഞു. വളരെ ദുഃഖമുണ്ട്. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം. ആ വാക്യം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് വായിച്ചില്ല. 1 കൊരിന്ത്യൻസ് നമുക്കിത് ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്റർ തന്നെ കുറ്റം പറയാൻ നടക്കുന്നത്. പറയണ്ട, ഇത് നമുക്ക് ഇനിയും ഭവിക്കാതിരിക്കാം. നമ്മൾ ഈ പാർഗത്തിൽ കൂടെ പോകുന്നതാ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തരൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങൾ എത്രയധികം ദൂതന്മാരെ വിധിക്കാനിരിക്കേണ്ട സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരമുള്ളവരോട് കൂടെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീത് ഉയർത്തപ്പെട്ടവരോട് കൂടെ സകലത്തെയും കാൽ കീഴാക്കി വെച്ച് സർവത്തിനും മീതെ തലയായിരിക്കുന്നവരോട് കൂടെ ഏക ശരീരമായി പൂർണ്ണ അധികാരത്തിൽ വാഴുന്നതാണ് ചർച്ച് ഓഫ് ഗോഡ്. അവന് ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ദൂതന്മാരെയും വിധിക്കാത്ത കൂടെ അധികാരമുള്ള നമ്മൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ വിഷയം വന്നപ്പോ സുപ്രീം കോടതിയിൽ ജാതിയായിരിക്കുന്ന ജഡ്ജ വിധിക്കാൻ പോകുന്നത്, നടത്താൻ പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജിക്കാൻ ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. എന്നിട്ട് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവല പോരായ്മയാണ്. കാരണം എന്താ? ക്രിസ്തു എന്ന അടിസ്ഥാനം മാറിപ്പോയി. തേജസ് മോശപ്പെടുന്ന ആലയത്തില്, ശലഭപ്പെടുന്ന ആലയത്തില് യഹോവയുടെ തേജസ് ഇറങ്ങി വന്നപ്പോ പിന്നെ മോശയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പുരോഹിതന്മാർക്ക് ശലഭോന്റെ ആലയത്തിൽ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഞാൻ എന്റെ കസേര മോഹമില്ല. ഇവിടെ തേജസ് അല്ല ഇപ്പോ ഇരിക്കുന്നത്. ഇവരിലൊന്ന് ക്രിസ്തു അല്ല വസിക്കുന്നത്. അടിസ്ഥാനം മാറിപ്പോയി. തേജസ് ഉണ്ടെങ്കിൽ പുനരുദ്ധാന ശക്തി ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഒന്നില്ല. പണ്ട് അച്ചായന്മാരൊക്കെ ദേവൻ പറഞ്ഞപ്പോൾ ഞാനെനിക്ക് ബാലശ്യത്തിന് അയ്യോ ഇത് ഭക്തിയോടുകൂടെ മുഴുവൻ മന്ത് സാലറി കൊടുത്ത മാസങ്ങളുണ്ട്. മുഴുവൻ മന്തും ആശേരി പ്രദേശം പോലെ ചില ഉപദേശികൾ ഉണ്ടാവണമായിരുന്നു. ഇവരൊക്കെ പറഞ്ഞ കണ്ടം ചാടിച്ച് ഓടിക്കാമായിരുന്നേനെ. ഇന്നുണ്ട്.
നാവിനല്ല, ആത്മാവിനാൽ. നിനക്ക് നല്ല അടി കൊടുക്കാനുള്ള അധികാരമുണ്ട്. കുംഭമയറും വെച്ച് നീളമുള്ള ജുബയിട്ടവരൊക്കെ വലിയതായിരിക്കുന്നേ. അടിസ്ഥാനമില്ല. പേരും പ്രസിദ്ധി റെവറന്റ് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷെ അടിസ്ഥാനമില്ല. അടിസ്ഥാനത്തെ അടിച്ചിട്ട് കോട്ടലിടിക്കാൻ ദൈവസ്ഥന്റെ ശക്തിയേറിയ ആയുധങ്ങൾ തന്നെ ശിശുക്കളായിരിക്കും. 4 പേര് അറിയുന്നില്ലായിരിക്കാം, പക്ഷെ ആയുധമുണ്ട്. ആരാ? ഉയർത്തെഴുന്നേറ്റവനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിനും ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് വാഴുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ ഇന്നുമുണ്ട്. ആരും അറിയുന്നില്ലായിരിക്കും, പക്ഷെ അധികാരമുണ്ട്. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? അന്യായം വന്നത് തന്നെ ബുദ്ധിമുട്ട്. അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? ഒരു ശരീരമായിട്ട് പണിയുമ്പോൾ ഒരു ശരീരത്തിന് ഒരു അവയത്തിന് എന്ത് തെറ്റുപറ്റിയത് നിന്റേതെന്ന് പറയുമോ? ഇതെന്റെ മിസ്റ്റേക്കാ എന്ന് പറയാൻ പറ്റത്ത് എന്താണെന്നറിയാമോ? അടിസ്ഥാനം മാറി. തേജസ് അല്ല വസിക്കുന്നത്, ജഡമാണ് വസിക്കുന്നത്. കുറച്ചു നേരം ജഡ നിന്നേ പിന്നെ ദുഷ്ടാത്മാവായിരിക്കും വന്ന് വസിക്കുന്നത്. നഷ്ടം ഏറ്റുകൊള്ളഞ്ഞത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. എന്നിട്ട് പറയുന്ന വായിക്കുന്ന കേൾക്കണം. ഇവിടേക്ക് വരാനാണ് ഞാൻ അത്ര വായിച്ചത്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവരോട് കൂടെ ഈ പട്ടികയിൽപ്പെട്ടാർ. എന്താണ്? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹം, മദ്യപാന്മാർ, വാവിഷ്ടണക്കാർ, പിടിച്ചുപറിക്കാർ, ഇവരോട് കൂടെ ഈ അടിയുണ്ടാക്കിയവന്മാർ ഒന്നാണെന്ന്. There is no difference. ഇവന്മാർ പെണ്ണുപിടിയന്മാരാണ്, തുല്യരാണെന്ന്. വിഗ്രഹാരാധികൾ തുല്യരാണെന്ന്. നാളെ കത്തോലിക്കിനെ ഓർത്തഡോക്സ് എന്നൊക്കെ വരെ ചൂണ്ടരുതെന്ന്. തെരുവ് യോഗങ്ങളൊക്കെ നിർത്തണം. വ്യഭിചാരികൾ സ്വയഭോഗികൾക്ക് തുല്യമാണെന്ന്. ഇതെല്ലാം അന്യായത്തിന് പെട്ട ശൃംഖലയാണ്. എന്നിട്ട് പറയാണ് ഇവരൊന്നും ദൈവരാജ്യത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവർക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ തുടങ്ങണമെന്ന്. പണ്ടൊരു ദൈവസാദസം വിളിച്ചു പറയുണ്ടായിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവജാതികളിൽ നിന്ന്, മുസ്ലിമുകളിൽ ജാതികളിൽ നിന്ന് നിങ്ങൾ മുമ്പിൽ നിർത്തി വിരൽ ചൂണ്ടുമെന്ന്. ഇന്ന് വിരൽ ചൂണ്ട ശക്തിയും അധികാരമുള്ളവർ കേരളത്തിലുണ്ട്, മലയാളക്കരയിലുണ്ട്. അടി കൊടുക്കാൻ അധികാരമുള്ളവരുമുണ്ട്. നാണം കെട്ടില്ലയോ? എന്നിട്ട് ജാതികൾ വിളിച്ചു പറയാണ് നിങ്ങളാരും ക്രിസ്ത്യാനികളല്ലെന്ന്. ഞങ്ങൾ ജ്ഞാനയക്കാരാ, തോമയുടെ മക്കളെ ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന്. ആരാ? പക്ഷേ ഇസ്രായേലുകാർ, ഞാൻ പറഞ്ഞു, ഇസ്രായേൽ നാനാജാതികളെ ചിതറിപ്പോയപ്പോൾ അവിടുത്തെ ജനം പറഞ്ഞു ഇവർ യഹോവയുടെ ജനം, ദേശം വിട്ടു പോകേണ്ടി വന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് ആ വാക്ക് കേട്ട് പെരുവായി. എന്റെ വിശുദ്ധ നാമത്തെ ജാതികളുടെ മധ്യത്തിൽ അശുദ്ധമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഞാൻ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുക ഞാൻ വിശുദ്ധീകരിക്കും. അത് നീളായിരിക്കുന്ന ചോരത്തെളിയാണ്. ഇത് സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുക്ക ദൈവമക്കളാ, അപ്പന്റെ സ്വന്തം മക്കളാ. മറ്റൊരുത്തും പരിഹസിക്കാൻ അപ്പന്മാർക്ക് ഉശിരുണ്ടാവും. ഔശില സംസാരിക്കുന്നത്. ഇവര് ബന്ധിക്കോസാര് കണ്ടില്ലെന്ന് പറയുമ്പോൾ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വെറുതെ വ്യക്തം ചിന്തിതാണോ? ആ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയോ? ശ്രേഷ്ഠന്മാര് പ്രസംഗിക്കാൻ സമ്മതിക്കില്ല. ഓ, ഞങ്ങളുടെ കർത്താവ് പാതാളത്തിൽ പോകുന്നുണ്ട്, ആവശ്യമില്ല. എങ്കിൽ നിന്റെ പ്രാണനിലല്ല പാപം ആരംഭിച്ച് നിന്റെ ശരീരത്തിലായിരിക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ പ്രാണന് വിടുതലില്ലാത്ത. നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് മാനസാന്തരം എന്നുള്ളതെന്ത്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം കർത്താവ് നമ്മൾ കൃപയെ നിർത്തിയിരിക്കുന്ന ഇത്തരം പോരുകൾ നമ്മുടെ ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കും. പല പ്രാവശ്യം എല്ലാ അടിസ്ഥാന ക്ലാസ്സുകൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുന്ന നമ്മുടെ സോള് എക്സ്പോസ്ഡ്. നമ്മുടെ സോള് ജഡത്തിന്, വേൾഡിന്, സേറ്റാനിക് കിങ്ഡത്തിന് എക്സ്പോസ്ഡ് ആണ്. പരിജ്ഞാനമില്ലാത്തവർ പറയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവപൈതലിനടുത്ത് ശത്രു തൊടുകയില്ല, സാത്താൻ തൊടുകയില്ല. ഇതൊക്കെ പരിജ്ഞാനമില്ലാത്തവർ പറയും.
യെസ്, രക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ് നമ്മൾ പഠിക്കും. എപ്പോൾ അത് രക്ഷിക്കപ്പെട്ടു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയാൻ പറ്റുന്നത്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാ പറയാൻ പറ്റുള്ളൂ. ആദ്യകാല പാപത്തിന്റെ ഒറിജിനൽ സിന്നിൽ നിന്ന് കർത്താവിന്റെ കൃപയാൽ പ്രായശ്ചിത്തം ചെയ്തപ്പോൾ അവനെ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിച്ചോ. 100%. നമുക്ക് ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല, ക്രൂശിൽ നിവർത്തിച്ചോ. പക്ഷേ തുടർന്നുള്ള ജീവിതത്തിൽ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ജഡത്തെ ക്രൂശിക്കാൻ നിനക്ക് ദൈവകൃപ ആവശ്യമാണ്. അതെങ്ങനെയാ? നിന്റെ സ്വയത്തെ മനസ്സിലാക്കുമ്പോഴല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗമായിരുന്നു ഒരു സേവ് ആവുന്നത് എങ്ങനെയാണെന്ന്. ഈ വെച്ച് വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ ഏകദേശം 12 എപ്പിസോഡുകൾ നമ്മുടെ ഈ സൈറ്റിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ സാൽവേഷൻ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കുക. രക്ഷയ്ക്ക് 3 ഘടകങ്ങളുള്ളത്. ഒന്ന്, ഒറിജിനൽ സിൻ. ആദാം പാപം ചെയ്തപ്പോൾ നാം എല്ലാവരും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നതിൽ യേശു ക്രിസ്തു ഒഴികെ എല്ലാ മനുഷ്യരും ആദാമിന്റെ സന്തതികളാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിത്രം അതാ പറയുന്നത്. ഈ മാനവ തലമുറയുടെ മുഴുവനും ഫിസിക്കൽ ഹെഡ്, ജിയോളജിക്കൽ ആയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ആദാമാണ്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അതാണ് സൈത്താൻ. പച്ചയായിട്ട് പറയാം. ഇതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ഉടമ്പടിയെ പറയുന്ന പേരാണ് ദി കവനന്റ് ഓഫ് റിഡംപ്ഷൻ. മനുഷ്യൻ അതിനകത്തൊരു പാർട്ടിയല്ല, വീണ്ടെടുക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, ഒരു സൃഷ്ടിയാണ്. ഞാൻ വളരെ ലളിതമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ഷിപ്പ് നിറയെ സ്വർണം ഇമ്പോർട്ട് ചെയ്യാമെന്ന് കരുതിക്കോ. ഇടയ്ക്ക് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഈ ഷിപ്പ് മുങ്ങിപ്പോയി. ഇത്രയും വില കൊടുത്തിട്ടാണ് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇത്രയും ഒരു ഷിപ്പ് നിറയെ സ്വർണം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ രാജ്യം ഇതിനെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ഈ ഷിപ്പിനെ പൊക്കിക്കൊണ്ടുവരാൻ തക്കവണ്ണം എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. ആ കോൺട്രാക്ട് എടുത്തതിന് മുമ്പ് നോക്കും ഈ സ്വർണം വീണ്ടെടുക്കുന്നതിന് ആവശ്യമായി ഈ കമ്പനി ആവശ്യപ്പെടുന്ന തുക, ഇവര് ഈ സ്വർണത്തിന്റെ മൊത്തം മൂല്യവും ഇവരാവശ്യപ്പെടുന്ന തുകയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇവരാവശ്യപ്പെടുന്ന തുക ഈ മുങ്ങിപ്പോയിരിക്കുന്ന സ്വർണത്തിനേക്കാൾ തുക കൂടുതലാണെങ്കിൽ അത് എടുത്തിട്ട് കാര്യമില്ല അല്ലേ. നമ്മുടെ കോമൺ സെൻസ് ഒരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ ഷിപ്പിനകത്ത് കിടക്കുന്ന, കടലിൽ അടി കിടക്കുന്ന സ്വർണത്തിന് എത്ര മൂല്യമുള്ളത് അതിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അവിടെ കിടക്കുകയുള്ളൂ. പക്ഷേ ഈ ഇമ്പോർട്ട് ചെയ്ത കൺട്രിയും ഈ അതിന് റിഡീം ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. അതാണ് ഒരു വീണ്ടെടുപ്പിന്റെ ഒരു ഉടമ്പടി. നമ്മൾ പാപത്താൽ വീണ് പോയി, നമുക്കതിനെ ഒന്നും ചെയ്യാനില്ല. വീണ്ടെടുക്കപ്പെടേണ്ട ഒരു പാർട്ടിയല്ല നമ്മൾ, വീണ്ടെടുക്കപ്പെടേണ്ട ഒരു സൃഷ്ടി മാത്രമാണ്. പിതാവായ ദൈവം പുത്രനായ ദൈവം ഒരു ഉടമ്പടിയാണ് ദ കവനന്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയുന്നത്. അത് പിതാവ് പറയുന്നത് എന്താ? ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ സൃഷ്ടികളിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കണം. അതിനൊരു വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഇപ്പൊ ചോദിക്കുന്നത് ആർക്കാ കൊടുത്തത്? ഡിവൈൻ ജസ്റ്റിസിന്റെ മുമ്പിൽ. സേറ്റാൻ അല്ല കൊടുക്കുന്നത്, ദൈവത്തിനല്ല കൊടുക്കുന്നത്. ഡിവൈൻ ജസ്റ്റിസിന്റെ മുമ്പില്, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. ഇതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവം ഒരു പക്ഷത്തും സകല മാനവജാതി ഒരു പക്ഷത്തും നിൽക്കുമ്പോൾ ഇതിന് ദൈവത്തിന് ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ, നിരപ്പിക്കാൻ കഴിയാതിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ജസ്റ്റിസിന്റെ വിധി, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഒരു മരണം നടന്നല്ലാതെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. എന്നാൽ മാത്രമേ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുന്നുള്ളൂ. ഇതിനാണ് ദൈവം തന്നെ, സൃഷ്ടിതാവ് തന്നെ, നിയമദാതാവായി തന്നെ മനുഷ്യന്റെ സ്വരൂപത്തിൽ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. ആ മനുഷ്യന്റെ മേലുള്ള ശരീരത്തിലെ പ്രാണൻ, ആത്മാവിലുള്ള പാപത്തിന്റെ ശിക്ഷയെ, പാപത്തിന്റെ ശിക്ഷയെ തന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് അവന് പകരക്കാരനായി മരിച്ചു. അവന്റെ പ്രാണനും ആത്മാവും പാതാളത്തിന് ശിക്ഷ അനുഭവിച്ചു. ഇത് പഠിപ്പിക്കാത്തവൻ വിശ്വാസിയല്ല, ഇത് വിശ്വസിക്കാത്തവൻ വിശ്വാസിയല്ല. ഒരു റിഡംപ്ഷൻ നടക്കുകയില്ല. മനുഷ്യന്റെ പ്രാണനിലാണ് മോഹം ജനിച്ചത്.
ഇന്റലക്ട് ഇരിക്കുന്ന എവിടെ? പ്രാണനിലല്ലയോ? പ്രാണന്റെ കമാൻഡാണ് ശരീരം ചെയ്യുന്നത്. കൈകൊട്ടി ആരാധിക്കാൻ പ്രാണൻ കമാൻഡ് കൊടുത്താൽ കൈകൊട്ടും. ചെല്ലയ്ക്ക് അടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. എന്ത് കമാൻഡ് പ്രാണൻ കൊടുക്കുന്നു അതാണ് ബോഡി നിവർത്തിക്കുന്നത്. അപ്പൊ മോഹം കടന്നു വന്ന് ശേഷന്റെ വാക്ക് കേട്ട് വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ നല്ലതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന് കണ്ടത് എവിടെയാ? സോളിലാണ് ഇന്റലക്ട് ഉള്ളത്. അവിടെയാണ് മോഹം ജനിച്ചത്. അതിന്റെ പ്രവൃത്തി ഫിസിക്കൽ ആക്ഷനാണ് വിഷഫലം പറിക്കുന്നതും തിന്നുന്നതും. അപ്പോൾ പ്രാണന് ശിക്ഷ കൊടുക്കാത്തോടത്തോളം ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫൈ ആകില്ല. എത്ര വലിയ ഡിഗ്രി ഉള്ളവരും ഭൂലോകം എന്ന ചുറ്റി നടന്ന് ശുശ്രൂഷിക്കുന്നവരായിരുന്നാലും ഇത് പഠിപ്പിക്കാത്തവൻ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്. ദുരുപദേശമാണ്, കൾട്ടാണ്. അതുകൊണ്ട് അതിലുള്ള അത്ര വിശ്വസിക്കുന്നവർക്ക് പ്രാണൻ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ല. അതാ കൊളോസ്യരിൽ നിന്ന് പഠിച്ചത്. അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്താ സമാധാനം? ദൈവത്തോടുള്ള റീകൺസിലിയേഷൻ. ഇത് പഠിപ്പിക്കാത്ത ഒരു മതവും ഒരു സഭവും ഒരു ഡിനോമിനേഷൻ ക്രിസ്തുവിലുള്ളതല്ല. അവർക്ക് ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ല. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഏത് ഡിനോമിനേഷനാ ഇതിനപ്പുറം ചിന്തിക്കാൻ കഴിവുള്ളത്? മാനവ തലമുറ ഹാബേലിന്റെ യാഗം തുടങ്ങി ഒരു പ്രായശ്ചിത്തം കൂടാതെ ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ലെന്ന് അവിടെ യാഗങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നു. യഹൂദന്റെ യാഗമല്ല ഞാൻ പറഞ്ഞത്, സകല ജാതികളെ യാഗം കഴിച്ചു വളർന്നു. അബ്രഹാം മാത്രമല്ല യാഗം കഴിച്ചത്, പിതാക്കന്മാരുടെ കാലത്ത് ജാതികൾ യാഗം കഴിക്കുമായിരുന്നു. അന്നേരം അവർക്ക് മനസ്സിലായി ഈ ദൈവത്തോട് നിരക്കണമെങ്കിൽ ഒരു പ്രായശ്ചിത്തം കൂടാൻ സാധ്യമല്ല. അതാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് കൺക്ലൂഡ് ചെയ്യുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് മതങ്ങൾ പഠിപ്പിക്കുകയില്ല. അപ്പോൾ ഈ ജനസമൂഹത്തിൽ നിന്ന് ആ വീണ്ടെടുക്കുന്ന പ്രക്രിയയുടെ ആദ്യ പരിപാടിയാണ് പ്രായശ്ചിത്തം, അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. ഇത് പിതാവായതയും പുത്രനാദൈവമാണ്. പിതാവിന്റെ ഡിമാൻഡ് ഇതാണ്, ഈ കൂട്ടത്തിൽ ഒരു കൂട്ടത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമുള്ള പ്രായശ്ചിത്തം നടത്തി അവരെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി പ്രസന്റ് ചെയ്യണം. ഇതാണ് ക്രിസ്റ്റോസ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അനോയിന്റഡ് വൺ, അഭിഷക്തൻ അല്ലെങ്കിൽ ഓതറൈസ്ഡ് വൺ. ഇതാണ് ക്രിസ്തുവിലുള്ള ഫംഗ്ഷൻ, ഉത്തരവാദിത്വം, ഓതറൈസേഷൻ. ഈ ക്രിസ്തുവിൽ വസിക്കുക ഫൗണ്ടേഷൻ തെറ്റിത് കൊണ്ടൊക്കെ സംഭവിക്കുന്നു. അവരെ ആരുടെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്ന വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, പിടിച്ചു പറയുക ഇവരും സഭയ്ക്കകത്ത് അടിപ്പിടി ഉണ്ടാക്കുന്നവനും ഒന്നാണെന്ന്. അവന്റെ കൂടെ കർത്തൃമേശ എടുക്കുന്ന വിശ്വാസിയെ നീ പാപമാണ് പങ്കിടുന്നത്. അപ്പം എടുത്ത് പറഞ്ഞത് എന്താ? പാസ്റ്റർ പറയുന്നത് ഞാൻ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്നല്ല പറയുന്നത്, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രത്തിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ഇതിന്ന് ഭക്ഷിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. കുമ്പനാട് വന്ന് അടിയുണ്ടാക്കിയിട്ട് സഭയിൽ തിരിച്ചുപോയി അപ്പം തുറക്കുമ്പോൾ അവൻ പറയാണ്, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം നിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഈ അടിപ്പടി ഉണ്ടാക്കിയ ഞാനും, വ്യഭിചാരിക്ക് തുല്യമായ ഞാനും, പുരുഷകാമിക്ക് തുല്യമായ ഞാനും, ഈ പാവപ്പെട്ട ജനം ഒന്നാണെന്ന് അതിനോട് കൂടെ ആമേൻ പറഞ്ഞ ജനം, അതിന് അപ്പം ഭക്ഷിക്കുന്ന ജനം അവന്റെ പാപത്തിന് പങ്കാളികളാണെന്ന്. പച്ച മലയാളം ഞാൻ പറയുന്നത്. ചിലപ്പോൾ തൃശ്ശൂരിന്റെ ടോൺ വന്നിരിക്കാം, പക്ഷെ മലയാളമാ. എരിവുണ്ട് നിനക്ക്. വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്തൃമേശ എടുക്കാൻ സൂക്ഷിക്കണം. ഇവന്റെ എന്താ കർത്തൃമേശ എടുത്തേക്കരുത്. ആദ്യം പറഞ്ഞ് ഇപ്പൊ ഈ മാനസാന്തരപ്പെടാം. നിന്റെ വ്യഭിചാരെന്നാണ് ദൈവവചനം വിളിക്കുന്നത്. നീ സഭയിൽ അടിയുണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഏത് ഡിനോമിനേഷൻ കരസരി ആരെയും കുറ്റം പറഞ്ഞാലോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിനക്ക് അന്യായം സഹിച്ചുകൂടായിരുന്നോ? നീ അന്യായം സഹിക്കുന്നില്ലെങ്കിൽ നീ വ്യഭിചാരിയാണ്, നീ വിഗ്രഹാരാധിയാണ്, നീ കുലപാതകനാണ്. There is no difference. The law of God is one unit. യാക്കോബ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, the law of God is one unit. അതിൽ ഒന്ന് തെറ്റിയാൽ നീ സകലം തെറ്റിച്ചു. ഇതിൽ നിന്നും ക്രിസ്തുവിനോട് ചേരുന്ന ഒരു പ്രക്രിയക്ക് ഇടയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ വാട്ടർ ബാപ്റ്റിസം. ഇവിടെയാണ് ശത്രു
സകല ജാതികളും വഞ്ചിച്ചിരിക്കും. ഇത് വലിയ കാര്യമായിട്ട് വലിയ ബലൂണാക്കി വെച്ചിരിക്കുക. ഞാനിവിടെ കിടന്ന് എനിക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ചെയ്ത പരിപാടി എന്താണെന്ന് മനസ്സിലാക്കി, അറ്റോൺമെന്റ് അല്ലാതെ എനിക്ക് ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ അത് വിശ്വസിക്കുന്നത് ഏറ്റുപറയുന്നത് സംഭവിക്കുന്നതാണ്. അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അതിനാണ് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, വീണ്ടും ജനനം. ഈ വീണ്ടും ജനനം എന്നിൽ നടന്നു എന്ന് വെള്ളത്തിൽ സാക്ഷീകരിക്കുന്ന പ്രക്രിയയാണ് ഈ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അതിൽ വെള്ളത്തിൽ മുങ്ങുന്നത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകുകയില്ല. വേണമെങ്കിൽ പെന്തക്കോസ്ത് സഭയുടെ രജിസ്റ്ററിലെ പേരെഴുതാം, ഫിസിക്കൽ ചർച്ചിൽ ഒരു കാര്യമില്ല. അപ്പൊ ഈ അറ്റോൺമെന്റ് ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. കാരണം എന്താ? ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. ഇതില്ലാതെ ദൈവത്തിന് മനുഷ്യനെ തന്നോട് നിരപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ അവനെ മരിച്ചോടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് സാക്ഷീകരിക്കുകയാണ്. യെസ്, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ ആയി, അറ്റോൺമെന്റ് 100% പെർഫെക്റ്റ് ആണ്. എന്നിട്ട് പറയാണ്, ഇതിൽ വിശ്വസിക്കുന്നവൻ ഞാൻ സൗജന്യമായിട്ട് നീതീകരിക്കാം. നിന്റെ പാപം ക്ഷമിച്ചു കിട്ടിയതായിട്ടല്ല, യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ വിശ്വസിക്കുന്ന നിന്നെയും ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിട്ടാണ് കണക്കിടുന്നത്. അടുത്ത കണ്ടീഷനാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഡിഫറൻസ് മേജർ. ഈ അറ്റോൺമെന്റ് കാര്യം ഒട്ടുമിക്ക ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്. ചില പ്രഗത്ഭന്മാരായ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ പ്രാസംഗികരാണ് ഈ അറ്റോൺമെന്റിന്റെ എല്ലാ കാര്യവും ആവശ്യമില്ല, പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് പ്രസംഗിച്ചവരാ, ഇടയ്ക്ക് എന്നറിയാമോ പുക മാറിപ്പോയി, എന്താ ദൈവ തേജസ് മാറിപ്പോയി, പിന്നെ എന്തെങ്കിലും പ്രസംഗിക്കും കയറുന്ന. അടുത്ത കാര്യമാണ് റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് തോട്ടം സംഭവിച്ചത്? ആ പൊടിയിലേക്ക് ദൈവത്തിന്റെ ശ്വാസം കടന്നു വന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവ തേജസ് അവന് കടന്നു വന്നു. തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കാന്ന് പറയുന്നത് അതാണ്. പിന്നെ ദൈവ തേജസ്സാണ് അവന്റെ സോളിൽ, അവന്റെ ഹ്യൂമൻ സ്പിരിറ്റിൽ വസിച്ചുകൊണ്ട് അവന്റെ സോളിലേക്ക് ഇൻഡ്യൂഷൻസ് കൊടുത്ത്, അവനൊരു ഫ്രീ മോറൽ ഏജന്റ് ആണ്. ഇൻഡ്യൂഷൻസ് കൊടുക്കാനല്ല, നിർബന്ധിക്കാൻ സാധ്യമല്ല. ആ ഇൻഡ്യൂഷൻസ് കൊടുത്ത്, സ്ട്രോങ് ഇൻഡ്യൂഷൻസ് കൊടുത്ത് ദൈവം അവനിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരങ്ങളെയും വാഴുകയായിരുന്നു. ഇതായിരുന്നു ആദാം ചെയ്തിരുന്നത്. എന്നാൽ പരീക്ഷ കടന്നു വന്നപ്പോ എന്താ പ്രോമിസ് കൊടുത്തത്? അവന് ഒരു കള്ളം പറഞ്ഞ് എന്തായിരുന്നു? തിന്നാൻ നിന്റെ കണ്ണു തുറക്കും, നീ നന്മത്തിന്മകളെ കുറിച്ച് അറിവുള്ളവനായി ദൈവത്തെ പോലെ ആകാം. നിനക്ക് ദൈവത്തെ കൂടാതെ സെൽഫായിട്ട് എക്സിസ്റ്റഡ് ആകാം. ഇതാണ് ഏതോട് സംഭവിച്ച. ഒരു ലൈക്ക് വേണ്ടി നിത്യനായ സർവശക്തനായ തന്റെ നിത്യജീവനായ തന്റെ ഉറവിടമായിരിക്കുന്ന ദൈവത്തെ കളഞ്ഞു, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു കള്ളത്തിന് വേണ്ടി. ഇപ്പൊ പറയുന്നത് എന്താ? നിനക്ക് ഇത്രയും വലിയ ദൈവത്തെ റിജക്ട് ചെയ്യുവാനുള്ള നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. നിനക്ക് സ്വയമായിട്ട് എക്സിസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹം കടന്നു വന്നപ്പോൾ ഇത്രയും വലിയവനായ ദൈവത്തെ റിജക്ട് ചെയ്ത് നിന്റെ സ്വയത്തെ സ്വീകരിപ്പാനുള്ള നാച്ചുറൽ എബിലിറ്റി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് നീ നിന്റെ സ്വയത്തെ ത്യജിച്ചു കളഞ്ഞ് നിന്റെ സൃഷ്ടാവിനെ ഉള്ളിലാക്കിക്കൊള്ളുക. ഇതാ റിപ്പന്റൻസ്. ചേഞ്ച് ഇൻ ദ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് യുവർ വിൽ. ഇതൊരു ഇമോഷൻ അല്ല, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കൈ പൊക്കുന്നല്ല, ഒരു ജ്ഞാനം ഡിഗ്രി പഠിച്ച് ഡോക്ടറേറ്റ് പഠിച്ച് റവറന്റ് ആകുമ്പോൾ ബുദ്ധി നടക്കുന്ന പ്രമാണമല്ല. നിന്റെ ഫ്രീ വില്ലിന്റെ ഡിസിഷൻ ആണ്. ഏതത്തോടെ സംഭവിച്ചത്? നിത്യ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് നിത്യ ദൈവം എന്നെ ഭരിക്കുന്നതിന്, എന്നിൽ കൂടെ തന്നെ പ്രവൃത്തി ചെയ്യുന്നതിന്, അതിനേക്കാൾ ഞാൻ സ്വയമായിട്ട് ചെയ്യണം. ഇതായിരുന്നു ഏതത്തോടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. നൗ യു ചേഞ്ച് ദാറ്റ്. ചേഞ്ച് യുവർ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് യുവർ ഫ്രീ വിൽ. അതൊരു ഇമോഷൻ നടക്കുന്നല്ല, ഡോക്ടറേറ്റ് കൊണ്ട് നടക്കുന്നല്ല. ഇതാണ് അച്ചായമാർക്ക് സംഭവിച്ചത്. തേജസ് മാറിപ്പോയി. മോഹം കടന്നു വന്നപ്പോ കെട്ടിപ്പിടിച്ചു. കസാരയുടെ മോഹം വന്നപ്പോ കെട്ടിപ്പിടിച്ചു. പോലീസിനെ വിളിച്ചാലും വക്കീലിനെ വിളിച്ചാലും 2 കോടി കൊടുത്താലും വേണ്ടില്ല, ഏറ്റവും ശ്രേഷ്ഠരായ സുപ്രീം കോടതിയുടെ വക്കീലിനെ തന്നെ ഞാൻ പിടിക്കും, ഞാൻ ജയിക്കും. തേജസ് അവിടെ മാറി നിൽക്കണം, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ ബാലിന്റെ തീയർക്കാൻ. പക്ഷേ ബാലി കിടന്ന് ഉച്ചവരെയും കിടന്നു ഗുസ്തി പിടിച്ചിട്ട് പാപക്ഷമ കിട്ടുന്ന തീ ഇറങ്ങിയില്ല. മനസ്സിലാക്കണം. ഇപ്പൊ റിപ്പന്റൻസ് എന്ന് പറയുന്നത്, ഇനി ഈ റിപ്പന്റൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നിൽ സെൽഫ് എവിടെയുള്ളതെന്ന്? ഇതാണ് മിക്കവാറും ആൾക്കാർ പഠിക്കാത്തതും പഠിപ്പിക്കാത്തതും.
എന്നിൽ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ സെൽഫ് ഉണ്ടോ ഇല്ലയോ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? മോറൽ സിൻസ് ആണെങ്കിൽ ഒരുവിധം കാര്യം നമുക്കൊക്കെ ഒരുവിധം കാര്യം അറിയാം. വ്യഭിചാരം, കള്ളുകൂടി, മോഷണം, ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടല്ലോ, ഒരുവിധമൊക്കെ അറിയാൻ പറ്റും. എല്ലാത്തിലും 10-17 കാര്യം പറഞ്ഞിട്ടുണ്ട്, അതറിയാം. ഇത് സാത്താന്റെ ഒരു സന്തതിയാ അല്ലേ? സാത്താനല്ലേ ഒന്ന് ഹ്യൂമാനിറ്റി കൊണ്ടുവന്നത്. ഈവൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം ബൈബിളിൽ എഴുതിയാൽ എത്ര പേജ് വേണം? അതാത് സമയത്ത് ലേറ്റസ്റ്റ് കൊണ്ടുവരും. അപ്പൊ അരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന പറഞ്ഞത് ലീഗലിസം അല്ല, മൊറാലിറ്റി അല്ല. നിന്റെ ഉള്ളിൽ നിന്റെ സൃഷ്ടിതാവിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അതിന്റെ സെൽഫ് ഡിസയറിനെ നീ ത്യജിക്കാൻ നിനക്ക് നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. ഇതിനെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞങ്ങളെ പോലെയുള്ള ഈ പ്രാസംഗികര് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിയോഗത്താല് നിന്നിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക സബ്ജക്റ്റ് നിന്നിലുള്ള സെൽഫ് ഡിസയർ എന്താണ്? ഞാൻ എൻ്റെ എന്തെങ്കിലും എനിക്ക് ബാക്കിയുണ്ടോ? അത് ദൈവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തും, സാമൂഹിക ലെവലിൽ വെളിപ്പെടുത്തും, നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. നിനക്കത് നിങ്ങളുടെ ഇന്റലക്റ്റിന് ബോധ്യം വരത്തക്കവിടെ വ്യക്തമായി വെളിപ്പെടുത്തും. എന്നിൽ ഇങ്ങനെ സ്വഭാവമുണ്ട്, ഞാൻ പാസ്റ്റർ, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ മറ്റൊന്ന് ഞാൻ ബലഹീന, എനിക്ക് ഒന്നുകൊണ്ട് സാധ്യമല്ല, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നിന്റെ ഒരു ജഡത്തിന്റെ സ്വഭാവമാണ്. നിന്നിൽ ക്രിസ്തു അല്ല വസിക്കുന്നത്, നീയാ വസിക്കുന്നത്. ഒന്നിനും കഴിവില്ല, അത് നെഗറ്റീവിന്റെ ഏറ്റവും ബോട്ടം. മറ്റൊന്ന് ഞാൻ സർവത്തിനും മീതയാണ്, അത് ഇവന്റെ ഏറ്റവും ഉയർന്ന സ്വഭാവം. അതാ പറഞ്ഞ എല്ലാ കുന്നും മലയും താഴ്ന്നു വരണം, എല്ലാ താഴ്വരയും നികന്നു വരണം, വക്രമായതൊക്കെയും നേർവഴിക്കാക്കണം, ക്രുക്കഡ് വേളെല്ലാം നേരെ വേഗം. അപ്പോൾ മാത്രം ക്രിസ്തു വെളിപ്പെടും. അപ്പൊ ഈ വക്രമാർഗമുണ്ടോ, നീ ഉയർന്ന മലയാണോ താഴ്വരയിലാണ് കിടക്കുന്നത്, നിനക്ക് വെളിപ്പെടുത്തി തരുന്ന പരിപാടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അന്യഭാഷ പറയുന്നത് വേറെ, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നത് വേറെ. ആദ്യം നീ ഗുണപ്പെടാൻ നോക്ക്. ഞാൻ കുറച്ച് പച്ച ഭാഷയിലൊന്നും സംസാരിക്കുന്നേ. ഇതെല്ലാം സഭയ്ക്കത് വിട്ടുപോയത് കൊണ്ട് ജാതികൾ ദുഷിച്ച് കണ്ടില്ലേ? പെന്തിക്കോസ്തുകാർ നീ വരുമ്പോൾ സ്വർഗത്തിൽ പോരാന്ന് പറഞ്ഞു. നീ ക്രിസ്ത്യാനിയല്ലെന്നാ പറയുന്നത്, പിന്നെ എന്താ സ്വർഗത്തിൽ പോകുന്ന കാര്യം? നീ ഒന്ന് ക്രിസ്ത്യാനിയേ അല്ല. എന്തുകൊണ്ടാ പറയുന്നത്? ചോദിക്കുന്നതിന്റെ ഫലം എവിടെയാ? തിരിച്ചു ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. നീ പറഞ്ഞ സഭകളിൽ കൂടെ കത്തോലിക്ക, ഓർത്തഡോക്സ് എന്താ കുറെ പറഞ്ഞു, ലിസ്റ്റ് പറഞ്ഞു. ഈ സഭകൾ നിനക്ക് ദൈവമായിട്ട് നിരക്കാൻ സാധിച്ചോ? വെൽ ആൻഡ് ഗുഡ്. അൾട്ടിമേറ്റ് എന്താണ്? നിനക്ക് ദൈവത്തോട് നിരക്കണം, പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. നിന്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ മാറിയോ? നിന്നിൽ സെൽഫ് ഉണ്ടോ? ഏത് ലെവൽ വരെ ഉണ്ടോ നിനക്ക് എങ്ങനെ അറിയുന്നത്? പരിശുദ്ധാത്മാവ് നിനക്കത് വെളിപ്പെടുത്തി തന്നല്ലാതെ നിനക്കത് സാധ്യമല്ല. മലാഖിയുടെ 3-ാം അധ്യായം 1 തുടങ്ങി 5 വരെ വാക്യങ്ങൾ പഠിപ്പിക്കുന്നതാ. അവൻ വരുമ്പോൾ ആർ സഹിച്ചു നിൽക്കും? തീ കൊണ്ട് ഉരിക്കുന്നത് പോലെ, പൊന്നുരുക്കുന്നത് പോലെ ഉരുക്കിയാലേ നമ്മളിലുള്ള ജഡ മനസ്സിലാവുള്ളൂ, നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ പാസ്റ്ററാ, ഞാൻ പഠിപ്പിക്കുന്നവനാ, എന്നെ ഒന്ന് തീരെടുത്തിട്ടാലേ എന്നിൽ എത്ര കിട്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം കൃപയിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഈ കൃപയൊന്നും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ എന്താണെന്ന്. എൻ്റെ ബുദ്ധിക്ക് നല്ലവണ്ണം മനസ്സിലാക്കി തരാൻ പറ്റും. കർത്താവെ, ഇത്ര ചീഞ്ഞളന്നെ കൊണ്ടാണോ ഞാൻ നടക്കുന്നത്? നിന്റെ കൃപ കൂടാതെ എനിക്കിതിന് ഓവർകം ചെയ്യാൻ സാധ്യമല്ല. ഐ നീഡ് യു നൗ. ഇതാ പൗലോസ് ഫിലിപ്പിയിലായാലും 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. മുന്നെന്തൊക്കെയായിരുന്നു? ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേലൻ, അബ്രാഹാമിന്റെ സന്തതി, പരീശൻ, ഇങ്ങനെ വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതൊക്കെ ചപ്പും ചവറുമാണ്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നിന്റെ പുനരുദ്ധാന ശക്തി വേണം. അപ്പം എന്താ പറയുന്നത്? പുനരുദ്ധാന ശക്തി വേണമെങ്കിൽ ആദ്യം കഷ്ടപ്പാടിൻ്റെ കൂട്ടായ്മ ആദ്യം വേണം. അതൊന്നും പറ്റില്ല. അപ്പൊ കൊണ്ടുവരുതാ രക്ഷാഭദ്രത, പിന്നെന്താ കാൽവിനിസം. അവിടേക്ക് വരാൻ പോകുന്നുണ്ട് ഞാൻ. നിന്റെ രക്ഷാഭദ്രത പ്രസംഗിക്കുന്നത് ഏത് ബേസിസിൽ നിന്നാണെന്ന്? നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആയിട്ടില്ല. പ്രായശ്ചിത്തം നടന്ന ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവമുള്ള പരിപാടി അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദുഷ്ടാത്മാക്കൾ അത് വിശ്വസിക്കുന്നില്ലയോ?
യാക്കോബ് എഴുതി വെച്ചിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ അത് വിശ്വസിക്കുന്നു. പക്ഷെ റീപെന്റൻസ് അൾട്ടിമേറ്റ് ഇന്റൻഷൻ, ഏത് തോട്ടത്തിൽ വെച്ച് നീ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന അൾട്ടിമേറ്റ് ഇന്റൻഷൻ, നിന്റെ ഫ്രീ വില്ലിൽ നടക്കുന്നത്, നിന്റെ ബുദ്ധി നടക്കുന്നതല്ല. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു റിമോഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഉപരി വിപ്ലവത്തില് ഒരു ടെമ്പററി ആയിരിക്കുന്ന മാനസാന്തരമല്ല അത്. നിന്റെ ഫ്രീ വില്ലിന്റെ ഡിസിഷനാണ്. ഏതും തോട്ടത്തെ വെച്ച് ഇത്രയും മഹാനായ ദൈവത്തെ, എൻ്റെ ജീവൻ ഉറവിടമായിരിക്കുന്ന ദൈവത്തെ, എന്നെ ന്യായം വിധിക്കുന്നവനായ ദൈവത്തെ, ഞാൻ എനിക്ക് തന്നിരിക്കുന്ന കഴിവിൽ അവൻ ദാനമായിട്ട് എനിക്ക് തന്നിരിക്കുന്ന പൊടിയായിരിക്കുന്ന എന്നെ നിറച്ചിരിക്കുന്ന കൃപയാൽ ഞാൻ തള്ളിക്കളഞ്ഞു. ഞാൻ ചെയ്ത എൻ്റെ ദൈവമേ ഭോഷത്തരമായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിനി എന്നെ വേണ്ട, നിന്നെ മതി. ക്രിസ്തു തന്റെ സിംഹാസനം നിന്റെ അല്പം പോലും ഒരു 1% പോലും സെൽഫ് ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യുന്നവനല്ല. അവന്റെ ദീർഘക്ഷമ കൊണ്ട് അവൻ സമയം തരും നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആക്കാൻ, നിന്റെ സെൽഫിന്റെ ഡിസയർ ചേഞ്ച് ആക്കി ക്രിസ്തുവിനോട് റീപ്ലേസ് ചെയ്യാൻ. ഇത് നിനക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതും വെളിപ്പെടുത്തി തരുന്ന ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇതാ ലളിതമായ സുവിശേഷം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം ഇതാണ്. അവർ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം പ്രസംഗിച്ചു. അവർക്ക് പിന്നെ എത്ര ഉണ്ടായിരുന്നുള്ളൂ? ഈ തച്ചനായ യേശു തന്നെയാണ് നമ്മൾ കാത്തിരുന്ന ഈ മശിഹ അല്ലെങ്കിൽ ക്രിസ്റ്റോസ്. ഇത് അവർ പ്രസംഗിച്ചത്. അതിന് തിരുവെഴുത്തുകളിലൊക്കെയും അവർ അടയാളങ്ങളെടുത്തു, വാക്യങ്ങളെടുത്ത് പറഞ്ഞു. ഇതാ കണ്ടോ, ബെത്ലഹേമിൽ ജനിച്ചവൻ, രാഹേലിന്റെ കരയിലെ കാര്യം, മിസ്രൈമിൽ തന്റെ മകനെ വിളിച്ചു വരുത്തി, ഇങ്ങനെ പറഞ്ഞ് ക്രൂശിൽ അവസാനം മൂന്നാമത് ഉയർക്കുന്ന കാര്യം പോലും മീക എഴുതി വെച്ചു. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ടോ? ഇതൊക്കെ പഴയ നിയമത്തിലുണ്ടോ? എന്താ ഇല്ലാത്തതുള്ളത്? അന്വേഷിച്ച് നോക്കുക. ഇതായിരുന്നു എമ്മാബോസിലേക്ക് പോയവരോട് കൂളായിട്ട് അവർ കൂടെ നടന്നു. അവരങ്ങനെ റിജക്റ്റും ചെയ്തില്ല. അവനറിയാം ബലഹീനത എന്താണെന്ന്. കൂളായി നടന്ന അവൻ്റെ കൂടെ ഓരോരോ കാര്യങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തിൽ, പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഓരോന്നായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് ശരിയാണോ? ഇങ്ങനെയാണോ? അവിടെ പിന്നെ ഞാൻ 5-ാം നാളിൽ 7-ാം നാളിൽ വെള്ളത്തിൽ തെളിച്ചതാ, ഞാൻ അങ്ങ് സ്വർഗത്തിലിരിക്കുന്നത്. പെന്തക്കോസ്തുകാരൻ, നീ ക്രിസ്ത്യാനിയല്ല, ഞാൻ ക്രിസ്ത്യാനിയാ. നിന്റെ പാരമ്പര്യം തുടങ്ങുന്നത് പിടിച്ച് പറയാൻ വേണമെങ്കിൽ അങ്ങോട്ട് പണ്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു കൂശിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. സെമീറാസിന്റെ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷെ ചരിത്രം കൂടെ പഠിക്കണം. അവളുടെ വ്യഭിചാര പ്രവൃത്തി കൊണ്ട് ആരംഭിച്ച ലോകത്തിൽ കാണുന്ന എല്ലാ ഫിസിക്കൽ ഡിനോമിനേഷൻസും എല്ലാം ഇതിനെ പറയുന്നതാണ് വെളിപ്പാട് പുസ്തകത്തില് മിസ്റ്ററി ബാബിലോൺ, വേശ്യകളുടെ മാതാവ്. എവിടുന്നാ? ഉൽപ്പത്തി 10 തുടങ്ങിയതാ. കൂശിന്റെ ഭാര്യ, അവൾക്കും കിട്ടിയത് വെളിപ്പാടായിരുന്നു. വെളിച്ചപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങി വെച്ചത്, സഭയുണ്ടാക്കിയത്. അതായത് ദൈവം മനുഷ്യനെ ഭരിക്കുന്നതിന് പകരം ഒരു വ്യാജ മതത്തിൽ കൂടെ മാനവ തലമുറയെ മുഴുവനും ഭരിക്കുക. ഇതാണ് മിസ്റ്ററി, മറഞ്ഞിരിക്കുന്നത് ഭരിക്കുക. അതിനെല്ലാത്തിനും കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് ദൈവം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ന്യായം വിധിക്കുന്നത്. ഇതിനെല്ലാത്തിനും കൂട്ടുന്ന പരിപാടി എപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എക്യുമെനിക്കൽ പ്രസ്ഥാനം, കൺവെൻഷൻ, രാഷ്ട്രീയക്കാരെ വിളിക്കുക. കണ്ടില്ലേ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് എന്താ സഭയ്ക്കകത്ത് ഇട്ടുപോയെന്ന്? രാഷ്ട്രീയക്കാര് ഭവന കൂട്ടായ്മയിലും പോയിട്ടാണ് പ്രസംഗിക്കുന്നത്. വന്ന് കയറിട്ട് പോകുമ്പോൾ എന്താ അറിയാമോ? നിന്റെ വിത്ത് വിതച്ചു പോകുന്നത് കള. അതിപ്പോ പരസ്യമായിട്ട് കണ്ടത്. അവന് വേണ്ടത് വോട്ടാ, നിനക്ക് തരുന്നതോ മരണം. അപ്പൊ ഇന്ന് പറയാനുള്ളത് റിപ്പൻറ്റൻസ് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നീ റിപ്പൻറ്റ് ചെയ്താൽ മതി. അപ്പോഴല്ലേ നീ പാപം വിട്ട് വിഗ്രഹാരാധന വിട്ട് നീ ഗുണപ്പെടാൻ ആഗ്രഹിച്ചത്. അത് നീയല്ല ചെയ്തത്. നീ ഒരു ഡിസിഷൻ എടുത്തു. നിനക്ക് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാ. നിന്നെ പാപത്തിൽ നിന്ന് ഇന്നും സൂക്ഷിക്കുന്നത് നീയല്ല, നിന്നിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. ആ പ്രോസസ്സിനെ പറയുന്ന, ഓഫീസിനെ പറയുന്ന പേരാണ് യേശു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. തന്നിൽ വിശ്വസിച്ച് തന്നിൽ ആശ്രയിച്ച് വരുന്നവരെ പാപത്തിന്റെ ടെംപ്ടേഷൻസ് വരുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ്, ഓഫീസിന്റെ പേരാണ് യേശു.
അവൻ മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന നാമം എന്താ? യാഹ്വേ, ഐ ആം. അനേക ഓഫീസുകളുണ്ട്. അതിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴല്ലോ നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നത്. അപ്പോഴല്ലേ അതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നമ്മുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒറിജിനൽ സിന്നിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒരേ ഒരു മാർഗമുള്ളൂ, അവന്റെ അറ്റോൺമെന്റ്. ലോർഡ്, ഇത്രയും വലിയ കാര്യം നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞു സ്നേഹത്തിലാണ് അവരോട് ഒന്നായി തീരുന്നത്. സ്നേഹത്തിൽ. ഇതിലാണ് നമ്മൾ തുടരേണ്ടത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. റിപ്പൻറ്റൻസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഏതും തൊട്ട് നടന്ന എന്താണ്, അത് നേരെ ഓപ്പോസിറ്റ്. ഇതിനുള്ള നാച്ചുറൽ എബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ആ കഴിവുണ്ട്. ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ പിന്നെ ഡിനോമിനേഷൻ ഇൻട്രസ്റ്റോ, 7-ാം നാളിൽ 5-ാം നാളിൽ വെള്ളം തളിക്കപ്പെട്ടതോ ഇതൊന്നും ചിന്തിക്കേണ്ട. നിന്നെ നിയന്ത്രിക്കുന്നത് പാപം. നിന്റെ പൂർവ്വപിതാവായ ആദാം സമ്പാദിച്ചു തന്നതാ. അതിൻ്റെ ഇഷ്ടം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അല്ല പ്രവർത്തിക്കുന്നത്. നിന്നിൽ വസിക്കുന്ന പാപം തൻ്റെ മോഹത്തെ നിന്നിൽ കൂടെ പ്രവർത്തിക്കുകയാണ്. അതിനാൽ ഞങ്ങളെപ്പോലെ ഒരു കർത്താവ് ഇതൊക്കെ പഠിപ്പിച്ച്, ഞങ്ങളിതുപോലെ ആയിരുന്നു. ഞങ്ങളാരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചു വന്നവരല്ല, ചീഞ്ഞളിഞ്ഞ വസ്ത്രം ധരിച്ചവരായിരുന്നു. അതിൻ്റെ അഴുക്ക് ഞങ്ങൾക്ക് നാറ്റം മനസ്സിലാക്കി, അപകടം മനസ്സിലാക്കി അയ്യോ എന്ന് വിളിച്ചും കൊണ്ടാ നെടുമ്പാട് ഞങ്ങൾ ആ കാൽവരി ക്രൂശ് യാഗപ്പെടുത്തിട്ട് നെടുമ്പാട് വീണത്. യഹോവയെ രക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണേ, വേറെ മാർഗമല്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഒരേ ഒരു വാതിൽ ഫ്രീ. അപ്പോൾ ഇത് കേൾക്കുന്ന ഞാൻ നിങ്ങൾ പറഞ്ഞു എന്താണ് റിപ്പൻറ്റൻസ്. ഇന്ന് എന്താ പറയുക, എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ അവിടെ അടിപിടി ഉണ്ടാക്കിയതും പിറ്റേ ആഴ്ചയിൽ ചർച്ചയിൽ പോയിട്ട് കർത്തമേശം നോക്കിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം. മറ്റവനുള്ള പക അടി പിടിച്ചിട്ട് വിചാരിയായിട്ട് വന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഇന്ന് ഭക്ഷിക്കുന്ന നീയും ഞാനും ഒന്നാ. പാപം. നമുക്ക് ഫ്രീ വെല്ലുണ്ട്. ഒരു ഡിനോമിനേഷൻ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. ബട്ട് ഓൺലി വൺ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിനക്ക് വേണ്ടി പാപയാഗമായി തുറന്ന് ഡിവൈൻ ജസ്റ്റിസിനെ സാറ്റിസ്ഫാക്ഷൻ വരുത്തി നീ എൻ്റെ ഉടമസ്ഥ അവകാശം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ നിന്നെ രക്ഷിക്കും. എപ്പോഴും രക്ഷ പൂർത്തീകരിക്കും നമുക്കിനി ചിന്തിക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് സിന്നിൽ നിന്ന് ഉള്ള പാപമോചനം, പ്രായശ്ചിത്തം മുഖാന്തരമുള്ള പാപമോചനം, നിൻ്റെ റിപ്പൻസ് മുഖാന്തരം പാപമോചനമായുള്ളൂ. ഇനി മുന്നോട്ട് ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് യേശുവിൻ്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കുന്നത്. അവൻ ക്രൂശിൽ വന്ന കാര്യങ്ങളൊക്കെയും ചരിത്രപരമായി ചിന്തിച്ചാൽ പിശാചുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. അവരതുകൊണ്ട് രക്ഷ പ്രാപിക്കുമോ? ഇതൊക്കെ ദൈവകൃപതയെ നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇടയവരോട് നീ സംസാരിക്കുന്നല്ലോ. ഞങ്ങൾ എത്ര ബലഹീനരാണ്, എത്ര പാപസ്വഭാവമുള്ളവരാണ് കർത്താവേ. ഞങ്ങൾ അറിയുന്നില്ല, നീ അറിയുന്നു. നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ക്രൂശിൻ്റെ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തി ഞങ്ങൾക്ക് തന്ന കഴിവിനാൽ പിതാവ് ഞങ്ങൾ അകന്നുപോയ മുടിയന്മാരായ പുത്രന്മാരാണ് ഞങ്ങൾ. പിതാവെ കടിപ്പിക്കുക. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെടുത്ത ആ പ്രായശ്ചിത്തം എന്ന ഏക മെറിറ്റിനാൽ പിതാവിനോട് നിന്നെ ഏക ശരീരമായി നിരപ്പിക്കാൻ നിനക്ക് കൃപ തോന്നിയല്ലോ. ആ സന്തോഷത്തിൽ കർത്താവ് എളിവരും ഇനി വീഡിയോയിൽ കർത്താവ് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരും മനസ്സിലാക്കി നിന്നോട് നിനക്കനടിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.